ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് വീണ്ടും പരോൾ. മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവർക്കാണ് പരോൾ ലഭിച്ചത്. മറ്റൊരു കൊലക്കേസ് പ്രതികൾക്കും ലഭിക്കാത്ത കരുതലാണ് സർക്കാർ ടി.പി. കേസിലെ പ്രതികൾക്ക് നൽകുന്നതെന്ന് കെ രമ MLA കണ്ണൂരിൽ പറഞ്ഞു. വിവാദങ്ങൾ കൊഴുക്കുമ്പോഴും ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് പരോളും നിർബാധം ലഭിക്കുകയാണ്. മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവർക്കാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും 15 ദിവസത്തേക്ക് പരോൾ അനുവദിച്ചത്. ഇരുവരും കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി. സ്വാഭാവിക പരോൾ എന്നാണ് ജയിൽ അധികൃതർ പറയുന്നത്. 2.5 മാസത്തിലധികം തുടർച്ചയായി ജയിലിൽ കഴിയുന്നവർക്ക് 15 ദിവസത്തെ പരോളിന് അർഹതയുണ്ട്. അതാണ് ഇരുവർക്കും നൽകിയതെന്നാണ് ജയിൽ അധികൃതർ പറയുന്നത്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ 5ാം പ്രതിയാണ് ഷാഫി. കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് കോടതി കണ്ടെത്തിയ പ്രതി കൂടിയാണ്. കേസിലെ 4ാം പ്രതിയായ ടി.കെ. രജീഷിന് കഴിഞ്ഞ ദിവസം 20 ദിവസത്തെ പരോൾ ലഭിച്ചിരുന്നു. താണ ആയുർവേദ ആശുപത്രിയിലെ ആയുർവേദ ചികിത്സയ്ക്ക് പുറമെയാണ് ഈ പരോളും നൽകിയത്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് തുടർച്ചയായി പരോൾ നൽകുന്നതിനെ കെ രമ MLA വിമർശിച്ചു. സർക്കാർ പ്രതികൾക്ക് ഒപ്പം തന്നെ ഉണ്ട് എന്ന് തെളിയിക്കുന്നതിനാണ് അടിക്കടി ഇത്തരത്തിൽ പരോൾ അനുവദിക്കുന്നതെന്ന് കെ രമ പറഞ്ഞു. ഇനി ഭരണകാലാവധി ഒരു 4 മാസം കൂടിയേ ഉള്ളൂ. അതിനിടയ്ക്ക് ഈ പ്രതികൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുക, ഞങ്ങൾ ഇവരെ സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് ആ പ്രതികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ തന്ത്രപ്പാടാണിത്. അതുകൊണ്ടാണ് അവരെ വിട്ടയക്കാൻ വേണ്ടിയുള്ള നീക്കം പോലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി അന്വേഷണം ജയിൽ പോലീസ് ഓഫീസുകൾ മുഖാന്തരം നടക്കുന്നൊരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചാണ്. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇപ്പം നേരത്തെ ടി.കെ. രജീഷ് പുറത്തിറങ്ങി, ഇപ്പം 2 പേർ ഇപ്പോൾ വീണ്ടും പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ കണ്ടത് 45 ദിവസം സുഖചികിത്സ ടി.കെ. രജീഷ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഈ പരോള് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഈ കേസിലെ പ്രതികൾക്കെല്ലാം ഇഷ്ടം പോലെ ഇപ്പോഴും പരോള് കൊടുക്കുക, ആനുകൂല്യങ്ങൾ കൊടുക്കുക, എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. ഇതിനൊരു വ്യവസ്ഥയുമില്ല. ഇവരെ സംരക്ഷിക്കണം എന്നുള്ളത് സർക്കാരിൻ്റെ നിർബന്ധമാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അങ്ങേയറ്റം നടത്തും. എന്ത് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് അടിക്കടി പരോൾ നൽകുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കണം. ഈ സർക്കാരിന്റെ ഭരണകാലയളവ് അവസാനിക്കാൻ പോവുകയാണ്. ആർക്കും കിട്ടാത്ത ആനുകൂല്യങ്ങൾ പ്രതികൾക്ക് നൽകുന്നുണ്ട് എന്ന് വരുത്തി അവരെ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. കൊടിസുനി ഉൾപ്പെടെയുള്ളവരിൽ നിന്നും കൈക്കൂലി വാങ്ങിയ DIG വിനോദ് കുമാറിനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ ഭയപ്പെടുകയാണെന്നും കെ രമ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.